ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ നോക്കിക്കോ, എന്ത് വില കൊടുത്തും ഏത് രീതിയിലാണെങ്കിലും ആ മത്സരത്തിൽ ഞങ്ങൾ 1ാം സ്ഥാനം വാങ്ങിച്ചിരിക്കും. ഇത് സത്യഭാമയ പറയുന്നത്. വിഷ്ണുട്ടാ, ഞാൻ പോവാ. ഈശ്വര, ഇത് കുഴപ്പമാ, വലിയ കുഴപ്പമാവും ഉറപ്പ്. ദേവി കാത്തോളണേ. അവിടെ വീട്ടില് നിങ്ങൾക്ക് ഇവിടെ എന്തിന്റെ കുറവ് രാഘവേട്ട ഉള്ളത്? സമയത്ത് ഭക്ഷണം കിട്ടുന്നില്ലേ? എത്ര തിരക്കാണെങ്കിലും നിങ്ങൾക്ക് കുടിക്കാനുള്ള ചായ ഞാൻ എപ്പോഴും തയ്യാറാക്കി വെക്കാറില്ലേ? പിന്നെ ഇതാരെ കാണാൻ ഈ പോക്ക് പോകുന്നത്? മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചേ അടങ്ങുന്ന തീരുമാനിച്ച് ഉറപ്പിച്ച് നടക്കുക. ഇത് നിങ്ങളുടെ അഹങ്കാരോ? നിങ്ങൾ കാണിക്കുന്ന ഈ പേക്കൂത്തിനൊപ്പം ഓടാൻ ആളുണ്ടെന്നുള്ള അഹങ്കാരം. സത്യമേ, എന്തിനാ അച്ഛൻ ഇങ്ങനെ വഴക്ക് പറയുന്നേ? സുഖമില്ലാത്ത ആളല്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഓ, അത് ശരി. നീ ആരാടി എന്നെ ഗുണദോഷിക്കാൻ? നീ കളക്ടർ ആണെങ്കിലേ അതങ്ങ് കൈവച്ചാ മതി, എന്റെ അടുത്ത് എടുക്കാൻ വരണ്ട. അമ്മ കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കും. അച്ഛന്റെ ഓർമ്മക്കുറവോട് സംഭവിച്ചല്ലേ, അല്ലാതെ മനഃപൂർവ്വം അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിക്കോ? ഇതിപ്പോ ഓർമ്മക്കുറവ് കൊണ്ട് പോയതാണോ അതോ മൂത്ത മരുമോളെ കാണാൻ പോയതാണോ എന്നൊക്കെ ആരറിഞ്ഞു? ഇവളല്ലേ കൊണ്ടുവന്നാക്കിയത്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വരാനേ സാധ്യതയുള്ളൂ. അമ്മേ, വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലേ? ശ്യാമ വിളിച്ചു പറഞ്ഞതിനനുസരിച്ചിട്ട് ശാലി അവിടെ വന്ന് ഈ അച്ഛനെ ഒരു ഓർമ്മയില്ലാതെ അമ്മേനെ തേടി നടക്കുക അവിടെ. എടാ നിർത്ത്. ഇതെല്ലാം നീ വല്ല പിള്ളേരെടുത്തും പോയി പറഞ്ഞാ മതി, അവര് വിശ്വസിക്കും. പക്ഷേ ഈ സത്യഭാമയുടെ കണ്ണി പൊടിയിടാൻ പറ്റില്ല. എടാ, ചില സമയത്തൊക്കെ നിന്റെ അച്ഛൻ ഓർമ്മക്കുറവ് ഉണ്ടാവും പറയുന്നതൊക്കെ സത്യമാ. എന്നുവെച്ച് സ്ഥലകാല ബോധമില്ലാതെ എന്റെ പേര് വിളിച്ച് നടന്നു എന്നൊക്കെ പറഞ്ഞാലേ അത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. മതി. സത്യമ്മയുടെ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സത്യമ്മയുടെ മനസ്സ് മുഴുവൻ എന്നോടുള്ള ദേഷ്യ. ഓ, പിന്നെ ശത്രുത. എന്റെ രാഘവേട്ടനോട് നീ ഇപ്പൊ കാണിക്കുന്ന സ്നേഹവും കരുതലും ഒക്കെ വെറും തട്ടിപ്പാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഇല്ലെങ്കിൽ ആ ഫുഡ് കോമ്പറ്റീഷനിൽ നീയും നിന്റെ അമ്മയും കൂടി എനിക്കെതിരെ മത്സരിക്കാൻ വരില്ല. അപ്പൊ ഞാൻ തകർന്നു കാണണം. അതല്ലേ നിന്റെ അമ്മയുടെ ഉദ്ദേശം? നീ നോക്കിക്കോ, എന്തു വില കൊടുത്തും ഏത് രീതിയിലാണെങ്കിലും ആ മത്സരത്തിൽ ഞങ്ങൾ 1ാം സ്ഥാനം വാങ്ങിച്ചിരിക്കും. ഇത് സത്യഭാമയ പറയുന്നത്. വിഷ്ണുട്ടാ, ഞാൻ പോവാ. അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ എന്നെ വിളിക്കണം. അച്ഛാ,
അല്ല നീ പോകുന്നില്ലേ? സാധാരണ അവള് പോകുമ്പോ നീയോ അവളുടെ പിന്നാലെ പോകുന്നതാണല്ലോ. അമ്മ എന്തൊക്കെ അമ്മ ഈ വിളിച്ചു പറയുന്നേ? എത്ര പറഞ്ഞാലും കൊണ്ടാലും അമ്മയുടെ സ്വഭാവം മാറാൻ പോകുന്നില്ലല്ലേ? എടാ നിനക്കറിയോ, നിന്നെ പോലെ അവള് ചതിച്ചോണ്ടിരിക്കുക. നീ അത് മനസ്സിലാക്കും എന്റെ കാലം കഴിയുമ്പോ. പക്ഷെ അപ്പോഴേക്കും എന്റെ മകൻ ഇവളുടെ അടിമയായി കഴിഞ്ഞിരിക്കും. എന്റെ അമ്മ ശാലിനി ഇപ്പൊ വന്നത് നമ്മളെ സഹായിക്കാൻ വേണ്ടിട്ടാ. അച്ഛൻ അവിടെ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞ ശാലിനി തന്നെയല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ചെയ്യിക്കുന്നത് ഇവൾ ഒറ്റ ഒരുത്തിയാണെന്ന്. ദേ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? വായിന്ന് എന്തൊക്കെയാ വീഴുന്നെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക. അച്ഛ വന്നേ. വിഷ്ണു, നിനക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം. രാഘവന്റെ അസുഖം ഭേദമാക്കാനാ ഞാൻ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്. പക്ഷേ അത് തകർക്കാനാ അവളും അവളുടെ അമ്മയും കൂടി നോക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്കെതിരെ അവളും അവളുടെ അമ്മയും കൂടി മത്സരിക്കാൻ വരുമോ? അമ്മ ഇതൊരു മത്സരമാണ്. അപ്പൊ അമ്മ പങ്കെടുക്കുന്ന പോലെ അവരും പങ്കെടുക്കണോ? അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ടാ മതി. ഇതാ ഞാൻ പറഞ്ഞത്, നീ അവളുടെ അടിമയാണെന്ന്. എടാ അവള് കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ വെറും തട്ടിപ്പാടാ. അത് മനസ്സിലാക്കാനുള്ള ബോധവും വിവരമൊന്നും നിനക്കില്ല. കാരണം നീ ഇപ്പൊ അവള് പറയുന്നത് കേട്ട് കഴിയുന്നവനാ. നിന്നെ പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാൻ പറ്റില്ല. അതിന് ഈ സത്യഭാമ നിന്ന് കൊടുക്കുകയില്ലടാ. എന്റെ അമ്മ. നമുക്ക് ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യാം, ശരിയാക്കാം. ഞാൻ വിളിക്കാം. ബാപ്പച്ചി ഇത് ആരെയാ വിളിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. ദേ ഞാൻ എൻട്രൻസ് പാസ്സായി. ബാപ്പച്ചിയുടെ മോളെ എൻട്രൻസ് പാസ്സായിന്ന്.